അസ്സലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാൾ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇന്നൊക്കെ 3 ദിവസമായി, പക്ഷേ വീഡിയോ ഇടാനായിട്ട് എനിക്ക് പറ്റിയില്ല. ഇന്നാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെരുന്നാളിന് രാവിലെ തന്നെ എണീറ്റതിന് ശേഷം ഇതുപോലെ 5 ഈത്തപ്പഴം അതുപോലെ 5 ബദാം മുട്ട രാവിലെ ഞാൻ ഡെയിലി കഴിക്കുന്നതാണ്. ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിക്കാറ് കേട്ടോ. അതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചിട്ടാണ്, നല്ല വൃത്തിയുള്ള ഒരു ബെഡ്ഷീറ്റ് വിരിച്ചു രാവിലെ തന്നെ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ മുമ്പിലിടുന്ന ചവിട്ടി ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ രാവിലെ എണീറ്റിട്ട് മാറ്റുന്നതാണ് പതിവ് കേട്ടോ. എല്ലാ പെരുന്നാൾക്കും ഇങ്ങനെ തന്നെയാണ്, ബെഡ്ഷീറ്റും ചവിട്ടിയും ഒക്കെ മാറ്റി വിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം മോനെ തൊട്ടിൽ നിന്ന് എണീറ്റിട്ട് ബെഡ്മ കിടന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു തലയണയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താണ് വേണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഇനി അവനൊന്ന് വിളിക്കണം കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ ഒരു കടി വെച്ചാൽ മുട്ടപ്പത്തിരി ആയിരുന്നു കേട്ടോ. മുട്ടപ്പത്തിരിയും ചിക്കൻ കറി ആയിരുന്നു ഇന്ന് രാവിലത്തെ സ്പെഷ്യൽ. പിന്നെ നമ്മൾ അതിന് ശേഷം നമ്മൾ തിരുമ്പാനുള്ളത് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അതിന് ശേഷം ഞാൻ മോൻ്റെ ഷർട്ടൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് കൊടുത്തു കേട്ടോ. അവന് പള്ളിയിൽ പോകാനുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ നിസ്കരിക്കൊന്നുമില്ല, ചെറിയ കുട്ടിയല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പാടെ കൂടെ അവന് പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ അവൻ്റെ കുപ്പായങ്ങളൊക്കെ ഒന്ന് ഇസ്തിരി ഇട്ട് റെഡിയാക്കി കൊടുത്ത്, അതിന് ശേഷം അവനൊരു കുഞ്ഞ് തുണി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടാ. അങ്ങനെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളി പോണതിൻ്റെ മുമ്പ് തന്നെ ആയിട്ട് നമ്മൾ ചായ കുടിക്കാൻ ഇരുന്നോട്ടെ എല്ലാവരും കൂടെ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞല്ലോ, മുട്ടപ്പത്തിരിയും ചിക്കൻ കറിയും ആയിരുന്നു രാവിലെ. അതിന് ശേഷം നമ്മൾ അകം കൊലായൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചക്കത്തെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്തി ആയിരുന്നു കേട്ടോ, ചിക്കൻ മന്തി. അപ്പോൾ മന്തി കഴിച്ചു. മകനക്ക് ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ കൊടുത്തത്. അവൻ ഈ ഒരു പാത്രത്തിൽ തന്നെ വേണം, എന്നാലേ കഴിക്കുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ നന്നായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണമാണ് ഇങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചത്. അപ്പോൾ ഇതാ നിൽക്കുന്ന ആൾ ഒന്ന് ഉറങ്ങി നീച്ചിട്ട് നിൽക്കുകയാണ്. അതാണ് ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത് കേട്ടോ. ഒന്ന് പുറത്ത് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒന്നുമില്ല, ഉറങ്ങി നീച്ച കാരനാണ്. അപ്പോൾ ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാൻ ഇതുവരെ വ്ളോഗൊന്നും ഇട്ടിട്ടില്ല. കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷോർട്സ് ആക്കിയിട്ട് ഇടും. ഇതുപോലെ വ്ളോഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പുറത്തൊരു 2-3 സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ചായയൊക്കെ കുടിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ നമ്മൾ വന്നിട്ട് രാത്രിയായി ഇതുമാതിരി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പൂത്തിരിയൊക്കെ കത്തിച്ച് ഒന്ന് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ മോന് കയ്യിലൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവന് ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ ഒരു വട്ടം അവന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് വീണ്ടും പിടിച്ചിട്ട് അവൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് രാത്രി അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു തുള്ളി മുളക് പൊടി ഇട്ടിട്ടാണ് പൊരിക്കാറ്. അവന് എരിവ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവന് പൊരിച്ച ചിക്കനാണിത്, ചെറിയ പീസുകളാക്കിയിട്ട്. അപ്പോൾ ഞാൻ അവന് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അവന് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളും ഇതുപോലെ സെയിമാണ് കഴിച്ചത്, കാരണം അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.